അവളെയും കാത്ത് ഭാഗം 13. മുറ്റത്ത് വലിയ ഒരു പന്തലുയരുകയാണ്. നിശ്ചയം ഇത്രയും ഗംഭീരമായി ഉണ്ടായിട്ടില്ലെന്ന് ആരും പറയരുത് എന്ന രീതിയിൽ മനോഹരമായിരുന്നു ആ നിശ്ചയം. സിതാരയുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിച്ച പോലെയായിരുന്നു. താൻ ഷാജിറിൻ്റെ പെണ്ണാവാൻ പോവുകയാണെന്ന ഓരോ ഓർമ്മയും അവളെ പുളകം കൊള്ളിച്ചു. തലേ ദിവസം തന്നെ കുടുംബക്കാരെല്ലാവരും എത്തിയിരുന്നു. എല്ലാവരും കൂടി ഒരു മേളം തന്നെയാണ്. അനീന നേരത്തെ എത്തിയിരുന്നു. സിതാരയ്ക്ക് തൻ്റെ സ്വപ്ന സാഫല്യമായിരുന്നു നടക്കാൻ പോകുന്നത്. രാവിലെ തന്നെ ബ്യൂട്ടീഷ്യൻ എത്തിയിട്ടുണ്ട് സിതാരയെ ഒരുക്കാൻ. ചേച്ചി, സിമ്പിൾ മേക്കപ്പ് മതി, ഓവറായി പുട്ടിയൊന്നും വേണ്ടാട്ടോ, നല്ല നാച്ചുറായിട്ട് ചെയ്യാം. ചേച്ചി ഏറ്റു. ഒരുക്കമെല്ലാം കഴിഞ്ഞ് അതീവ സുന്ദരിയായി സിതാര. അനീനയും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. വാസിത്തു ചായ കുടിക്ക് സൂറാബി അവളുടെ വായിൽ വെച്ച് കൊടുത്തു. ഇഡ്ഡലിയായിരുന്നു. സൂറാബിയുടെ പിണക്കമെല്ലാം മാറിയിരുന്നു. തൻ്റെ മകൾക്ക് ഷാജിറിനെ ജീവനാണ്, എന്നാൽ പിന്നെ ഇഷ്ടമല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിലും നല്ലതല്ലേ എന്നായിരുന്നു സൂറാബിയുടെ പക്ഷം. ഒരു 11 മണിയായപ്പോൾ ഷാജിറും കൂട്ടരും എത്തി. എല്ലാവരും ഹാളിലായി ഇരുന്നു. ഷാജിർ സിതാരയെ ഒന്ന് നോക്കി. സിതാര ഒന്ന് പുഞ്ചിരിച്ചു. ലോകം കീഴടക്കിയ പോലെയായിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സ്. രണ്ടുപേരും അടുത്തടുത്തായി ഇരുന്നു. നല്ല ചേർച്ചയുണ്ടല്ലോ രണ്ടുപേരും, സുമച്ചേച്ചി അടുത്തു നിൽക്കുന്ന ഭാനുമതിയോടായി പറഞ്ഞു. അവൻ പോയി 1 വർഷം കഴിഞ്ഞ് തിരികെ വരും, അപ്പോളാകാം കല്യാണം എന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ നിനക്ക് എന്ത് തോന്നുന്നു? ഷാജിർ ചോദിച്ചു. എന്തേ ഇങ്ങനെ ചോദിക്കാൻ? ഞാൻ പറഞ്ഞിരുന്ന കാര്യം നടന്നില്ലേ? നിനക്കിപ്പോൾ എന്ത് തോന്നുന്നു? സിതാരയുടെ മറുചോദ്യം. ഒരു പുഞ്ചിരിയിൽ ഒതുക്കി ഷാജിർ. നിശ്ചയം കഴിഞ്ഞ് പോയി. സൂറാബിയുടെ കുടുംബക്കാരെല്ലാം യാത്ര പറഞ്ഞു. രാവിലെയുള്ള തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ സിതാര ക്ഷീണിതയായിരുന്നു. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് മേക്കപ്പും റിമൂവ് ചെയ്ത് സിതാര ഹാളിൽ ഇരിപ്പുണ്ട്. ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൾ എടുത്തു നോക്കി. ഷാജിറാണ്. എന്താ ചെയ്യണേ? ഷാജിർ ചോദിച്ചു. ആകെ ടയേർഡായി, ഇവിടെ ചുമ്മാ ഇരിക്കുക. അവരുടേതായ സംഭാഷണങ്ങളിൽ കുറച്ചുനേരം മുഴുകിയിരുന്നു അവർ. ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുന്നത് സിതാരയും ഷാജിറും അറിഞ്ഞതേയില്ല. ഷാജിർ ഗൾഫിൽ പോകാനുള്ള ദിവസം വന്നെത്തി. പോകുന്നതിൻ്റെ തലേ ദിവസം ഷാജിറും സിതാരയും ഒന്ന് കാണാൻ തീരുമാനിച്ചു. അവൻ സിതാരയെ കൂട്ടാൻ വീട്ടിലേക്ക് വന്നു. സൂറാബി അവന് ചായ നൽകി. അപ്പോഴേക്കും സിതാര റെഡിയായി വന്നു. പോയിട്ട് വരാം, ഉമ്മയോട് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ഷാജിർ ചോദിച്ചു. ഒരു ചായ ആകാമല്ലേ? അവൾ പറഞ്ഞു. അങ്ങനെ ടീ കഫേയിൽ കയറി ചായക്ക് ഓർഡറും കൊടുത്ത് അവർ ഇരുന്നു. അവർ പരസ്പരം നോക്കി. ഇത്രയും ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഷാജിർ ഇടയ്ക്ക് നിർത്തി. അവന് നല്ല വിഷമമുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ കൈ ടേബിളിൽ വെച്ചിരുന്നു. അവൻ അവളുടെ കയ്യിൽ പതിയെ തൊട്ടു. പിന്നെ ആ കൈകളിലെടുത്തു. നീ ആണെൻ്റെ ബലം. നിന്നെ ഓർത്ത് ഓരോ നിമിഷവും ഞാൻ തള്ളി നീക്കും. 1 വർഷം നീ എൻ്റെ കൂടെ തന്നെയുണ്ടാവും. എല്ലാം അവൾ മൂളിക്കേട്ടു. ഡെയിലി വിളിക്കണട്ടോ, അവൾ പറഞ്ഞു. ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ വിളിക്കും. അവൻ വാക്കുകൊടുത്തു. അവർ ചായ കുടിച്ച് ഇറങ്ങി. അവളെ വീട്ടിലാക്കി അവൻ തിരികെ പോന്നു. അവൻ അവിടെ നിന്നും മറഞ്ഞപ്പോൾ ആകെ ശൂന്യമായി തോന്നി അവൾക്ക്. രാത്രിയായപ്പോൾ ഷാജിർ വീണ്ടും വിളിച്ചു. അവൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. ഉമ്മയും ഇക്കാക്കയും എല്ലാവരും കൂടെയുണ്ട്. അവൻ സിതാരയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഭക്ഷണം കഴിച്ചോ? അവൾ ചോദിച്ചു. ഇല്ല, അവൻ പറഞ്ഞു. എന്നാൽ ഭക്ഷണം കഴിച്ച് കിടന്നോ? രാവിലെ നേരത്തെ ഇറങ്ങേണ്ടതല്ലേ? അവൾ പറഞ്ഞു. നിക്ക്, കുറച്ച് കഴിയട്ടെ. അവൻ സമ്മതിക്കാതെ വീണ്ടും സംസാരത്തിലേക്ക് വഴുതി വീണു. ഏറെ സംസാരിക്കുന്നതിനിടെ ഷാജിറിനോട് ഉമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അതവൾ ഫോണിലൂടെ കേട്ടു. ഡാ, ഉമ്മ നിന്നെ വിളിക്കുന്നുണ്ട്, നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ, അവൾ പറഞ്ഞു. കുറേ സമയം ഒറ്റയ്ക്കിരുന്നപ്പോൾ പല ചിന്തകളും സിതാരയുടെ മനസ്സിൽ മിന്നി മറഞ്ഞു. എല്ലാ പഴയ ഓർമ്മകളുടെയും കലവറ തന്നെ ആ ഓർമ്മയിൽ നിറഞ്ഞു നിന്നിരുന്നു. വീണ്ടും ഫോൺ റിങ് ചെയ്തപ്പോൾ അവൾ ഓർമ്മയുടെ തീരത്ത് നിന്നും തിരികെ പോന്നു. നോക്കുമ്പോൾ ഷാജിർ തന്നെയാണ്. അവൾ ചിരിച്ചുകൊണ്ട് ഫോണെടുത്തു. ഉറങ്ങിയോ? അവൻ ചോദിച്ചു. ഇല്ല, ചുമ്മാ കിടക്കുകയായിരുന്നു, അവൾ മറുപടി പറഞ്ഞു. ഒരുപാട് സംസാരിച്ചു കൊണ്ട് അവർ ഉറങ്ങാൻ കിടന്നു. രാവിലെ 7 മണിക്കാണ് ഷാജിർ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. സിതാര അലാറം വെച്ച് സെറ്റ് ചെയ്താണ് കിടന്നിരുന്നത്. 6 മണിക്ക് അലാറം അടിച്ചപ്പോൾ അവൾ അത് ഓഫ് ചെയ്ത് വീണ്ടും അറിയാതെ ഉറങ്ങിപ്പോയി. പിന്നെയും 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അലാറം അവളെ ഉറക്കത്തിൽ നിന്നും എണീപ്പിച്ചു. വാട്സാപ്പ് തുറന്നു നോക്കിയപ്പോൾ ഷാജിറിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജായിരുന്നു അവൾ കണ്ടത്. അപ്പോഴാണ് ഷാജിർ പോകുന്ന കാര്യം അവൾക്ക് ഓർമ്മയിൽ വന്നത്. അവൾ കണ്ണ് തിരുമ്പി എണീറ്റു. ഒരു നിമിഷം പ്രാർത്ഥിച്ചു. പിന്നെ ഫോണെടുത്ത് അവൾ ഷാജിറിനെ വിളിച്ചു. അവൻ പോകാൻ വേണ്ടി റെഡിയാകാനുള്ള തിരക്കിലായിരുന്നു.
അവളുടെ ഫോണാണെന്ന് കണ്ടപ്പോൾ വേഗം എടുത്തു. റെഡി ആയോടാ, ഇറങ്ങാറായില്ലേ? ആ റെഡിയായി, ടൈം ആകുന്നേയുള്ളൂ, അവൻ പറഞ്ഞുകൊണ്ട് വീഡിയോ കോളിൽ വിരലമർത്തി. അവൾ അത് ആക്സെപ്റ്റ് ചെയ്തു. അവൾ അവനെ നോക്കിയപ്പോൾ നന്നായി ഒരുങ്ങിയിരിക്കുന്നു. അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി. ഫാത്തിമയ്ക്ക് കരച്ചിൽ വന്നു. ഷാജിർ ഇതുവരെ ഇങ്ങനെ മാറി നിന്നിട്ടില്ല. അവൻ ഇറങ്ങി. എല്ലാവരും ഒരിക്കൽ കൂടി കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് അവൻ കാറിൽ കയറി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അവൻ ഫോണെടുത്ത് സിത്താരയെ വിളിച്ചു. അവളോട് കുറച്ചു നേരം സംസാരിച്ചാൽ മനസ്സിന് കുറച്ചെങ്കിലും സന്തോഷം കിട്ടുമെന്ന് അവനറിയാമായിരുന്നു. കാരണം അവൻ്റെ മനസ്സാകെ മൂകമായിരുന്നു. എനിക്കെന്തോ നല്ല വിഷമമുണ്ട്, അവൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് കാണാൻ എന്താ ചെയ്യുക, അവൾ ചോദിച്ചു. എന്നും ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്, അവൻ അവളെ ആശ്വസിപ്പിച്ചു. ഏറെ ദൂരം കാർ ഓടിയതൊന്നും അവൻ അറിഞ്ഞില്ല. എയർപോർട്ടെത്തി. വണ്ടി നിർത്തി. അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വന്നിരുന്നത്. പുറത്തിറങ്ങി അവളോട് വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൻ്റെ സമയത്തിനായി അവൻ കാത്തിരുന്നു. 12 മണിക്കാണ് ഫ്ലൈറ്റ്. ഒരു 12 മണിയായപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു. അവൻ അകത്തേക്കുള്ള ഗ്ലാസ് ഡോറിലൂടെ അകത്തേക്ക് കയറി. അവൻ്റെ സ്വപ്നങ്ങൾക്ക് വർണ്ണച്ചിറകേകാൻ, ആകാശത്തിലണിഞ്ഞ് സ്വപ്നവർണ്ണങ്ങൾക്ക് മിഴിവേകാൻ. ദുബായ് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഷാജിറിൻ്റെ സ്വപ്നങ്ങൾക്ക് 1000 വർണ്ണങ്ങളായിരുന്നു. അവനെ കാത്ത് അവൻ്റെ ഇക്കാക്ക നിൽപ്പുണ്ടായിരുന്നു. ബാഗെല്ലാം എടുത്ത് കാറിൽ വെച്ച് അവർ റൂം ലക്ഷ്യമാക്കി പോയി. യാത്രാക്ഷീണം കാരണം ഒന്ന് കുളിച്ച് ഷാജിർ ഒന്ന് കിടന്നു. ഭക്ഷണം വിളമ്പി ഇക്കാക്ക വന്ന് വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മയാണ് വിളിക്കുന്നത് എന്നാണ് അവന് ആദ്യം തോന്നിയത്. ഒരാഴ്ച അവിടെ ചെലവിട്ട ശേഷം അവരുടെ കടയുടെ ഉദ്ഘാടനവും മറ്റുമായി അവൻ പുറത്തേക്ക് പോയി. ഷാജിറിന് എല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു. സിം കാർഡ് മാറ്റി അവിടുത്തെ നമ്പറാക്കി. അതും വെച്ച് അവൻ സിത്താരയെ മുറക്കി വിളിക്കുന്നുണ്ടായിരുന്നു. സിത്താര നാട്ടിൽ അവൻ്റെ ഫോൺ വിളിയും കാത്ത് ദിവസവും ഇരിക്കും. അങ്ങനെ ഓരോ ദിവസവും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അവർക്ക് ഓരോ ദിവസവും ഓരോ വർഷത്തിൻ്റെ ദൈർഘ്യമായിരുന്നു. ഓരോ മണിക്കൂറിനും ഒരു ദിവസത്തെ ദൈർഘ്യവും. ആ ഒരു വർഷം അവരിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നിരുന്നു. ചുറ്റുപാടിലുമുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വന്നു. മാറ്റം വരാതിരുന്നത് സിത്താരയ്ക്കും ഷാജിറിനും അവരുടെ മനസ്സുകൾക്കും മാത്രമായിരുന്നു. ഒരു വർഷം കടന്നുപോയിരിക്കുന്നു. അടുത്ത ആഴ്ച അവൻ നാട്ടിലേക്ക് തിരിക്കും. ഓരോ നിമിഷവും അവൻ്റെ ഓർമ്മയിൽ നിറയുന്നത് ഒരേ മുഖമായിരുന്നു. അത് സിത്താരയാണ്. അവൻ വിളിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിച്ചപ്പോൾ സിത്താരയ്ക്ക് അതിരില്ലാത്ത സന്തോഷമായിരുന്നു. എത്ര കാത്തിരുന്നിട്ടാ ഒരു വർഷം കഴിഞ്ഞത്. പക്ഷേ ആ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടായിരുന്നു. വിരഹവേദനയുടെ ദുഃഖമുണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ സിത്താരയുടെ മനസ്സ് ആഹ്ലാദത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചു. അന്നാണ് അവൻ എത്തുന്നത്. തിരികെ എയർപോർട്ടിൽ ഇറങ്ങി അവൻ വണ്ടിയിൽ കയറിയപ്പോൾ ഉമ്മാൻ്റെ ഫോൺ വാങ്ങി സിത്താരയുടെ നമ്പർ ഡയൽ ചെയ്തു. ഉപ്പയും ഉമ്മയും പിന്നെ ഇക്കാക്കാൻ്റെ ഭാര്യ, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അതിനിടയിൽ സിത്താര കൂടി ഉണ്ടെങ്കിലെന്ന് അവൻ ആശിച്ചു. ഫോൺ റിങ് ചെയ്തപ്പോൾ തന്നെ സിത്താര എടുത്തു. ഷാജിറാകുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൻ്റെ ഉമ്മാൻ്റെ പേര് അവൾ സേവ് ചെയ്തിട്ടുണ്ട്. ഹലോ, അവളുടെ ശബ്ദം കാതിൽ വീണപ്പോൾ അവൻ്റെ ഹൃദയം പിടച്ചു. താൻ വണ്ടിയിലാണെന്നും ഇപ്പോൾ ഇറങ്ങിയതേയുള്ളൂ എന്നും അവൻ അവളെ അറിയിച്ചു. ഉമ്മയും ഉപ്പയും കൂടെയുള്ളതിനാൽ കൂടുതലൊന്നും സംസാരിച്ചില്ല. വീട്ടിലെത്തിയ പാടെ അവൻ കുളിച്ച് ഫ്രഷായി ഒന്നുറങ്ങി. എണീറ്റിട്ട് വൈകുന്നേരം സിത്താരയെ കാണാൻ പോണമെന്ന് അവൻ മനസ്സിലുറച്ചിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ട് അവൻ കിടന്നു. വൈകുന്നേരം 5 മണി കഴിഞ്ഞാണ് അവൻ എണീറ്റത്. ചായയെല്ലാം കുടിച്ച് അവൻ ഇക്കാൻ്റെ കാറുമെടുത്ത് അവളെ കാണാനായി യാത്ര തിരിച്ചു. കയ്യിൽ അവൾക്കായി ഒരു ഗിഫ്റ്റുമുണ്ട്. ഒരു വാച്ചും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, പെർഫ്യൂം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അവളുടെ വീടിന് മുമ്പിലായി വണ്ടി നിർത്തി അവൻ ഇറങ്ങി. അവൾ ഹാളിലേക്ക് പതിയെ വന്നു. ചെറിയൊരു നാണമുണ്ടോ തനിക്ക് എന്ന് സിത്താരയ്ക്ക് തോന്നി. സിത്തു, സൂറാബി ഒന്ന് വിളിച്ചു. എപ്പോഴാണ് എത്തിയത്? സൂറാബി ചോദിച്ചു. ഉച്ചയായപ്പോഴേക്കും വീട്ടിലെത്തി, അവൻ മറുപടി പറഞ്ഞു. 1-2 കുശലം പറഞ്ഞതിന് ശേഷം സൂറാബി ചായ എടുക്കാനായി പോയി. സിതാര ഹാളിൽ ഒരു വശത്തായി ഇരിപ്പുണ്ട്. മെല്ലെ ഷാജിർ എഴുന്നേറ്റ് അവളുടെ അരികിലെത്തി. ഗിഫ്റ്റ് അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ അത് വാങ്ങി അവനെ ഒന്ന് നോക്കി. ആ കണ്ണുകൾക്ക് ഒരുപാട് പറയാനുണ്ടെന്ന് തോന്നി. അവളും അവനും ബാൽക്കണിയിൽ ചെന്നിരുന്നു. കുറേ നേരം സംസാരിച്ചാണ് ഷാജിർ തിരികെ പോയത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാനായി ഷാജിറിൻ്റെ വീട്ടുകാർ എത്തി. 8 മാസം കഴിഞ്ഞാൽ അവൻ തിരികെ പോകും. അതിനു മുമ്പ് തന്നെ വിവാഹം നടത്തണമെന്ന് ഷാജിറിൻ്റെ വീട്ടുകാർ പറയുന്നു. അങ്ങനെ അവസാനം 1 മാസം കഴിഞ്ഞ് വിവാഹം നടത്താൻ അവർ തീരുമാനിച്ചു. 1 മാസം എന്ന് പറയുമ്പോൾ എടിപിടിയെന്നല്ലേ എന്ന് സൂറാബിക്ക് സംശയം. പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് തീരുമാനിച്ചു.
1 മാസത്തിനുള്ളിൽ തന്നെ സ്വർണമെടുക്കലും ഡ്രസ്സ് എടുക്കലും ഇൻവിറ്റേഷൻ കാർഡ് അടിക്കലും എല്ലാം പെട്ടെന്ന് നടന്നു. ഷാജിറിൻ്റെ വീട്ടിൽ നിന്നും ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ സിത്താരയെയും കൂട്ടിയിരുന്നു. നല്ല ലൈറ്റ് നിറത്തിലുള്ള ഒരു പിങ്ക് വൈറ്റ് സാരിയാണ് അവൻ സെലക്ട് ചെയ്തത്. പിങ്ക് നിറമുള്ള സാരിയിൽ നല്ല വെള്ള നിറമുള്ള മുത്തുകൾ തുന്നി പിടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവൾക്ക് വേണ്ട മറ്റ് ഡ്രസ്സുകളും ചെരുപ്പും ഫാൻസിയും എല്ലാം എടുത്തു. ഇതിനിടയിൽ ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിച്ചു. വീണ്ടും അവർ പർച്ചേസിംഗ് നടത്തി. എല്ലാം കഴിഞ്ഞ് സിത്താരയെ വീട്ടിലാക്കുമ്പോൾ സമയം രാത്രി 10 കഴിഞ്ഞിരുന്നു. അവൾ ഉമ്മയോട് എടുത്ത ഡ്രസ്സിനെ പറ്റിയെല്ലാം സംസാരിച്ചു. കഴിക്കണ്ടേ ഉമ്മ ചോദിച്ചപ്പോൾ പുറത്തുനിന്ന് കഴിച്ചു എന്ന് അവൾ മറുപടി പറഞ്ഞു. നീ കിടന്നോ, സൂറാബി പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോയി. കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ തിരങ്ങി. മെഹന്തി നൈറ്റിനായി എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു. നല്ല ഭംഗിയിൽ പന്തലുയർന്നു. ഡാൻസിനും മറ്റും സ്റ്റേജ് ഒരുങ്ങി. ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച പന്തൽ പ്രൗഢിയോടെ തലയുയർത്തി നിന്നു. സിത്താര മൈലാഞ്ചിയിടുന്ന തിരക്കിലാണ്. ഹൽദിക്കായി കസിൻസ് എല്ലാവരും പാട്ടും ഡാൻസും എല്ലാം സെറ്റാക്കി നിൽക്കിയിട്ടുണ്ട്. മഞ്ഞ നിറത്തിലുള്ള ലെഹങ്കയിൽ നല്ല ഭംഗിയുണ്ട് സിത്താരയെ കാണാൻ. അനീന അവളുടെ കൂടെ തന്നെയുണ്ട്. ഫോട്ടോഗ്രാഫർമാരുടെ തിരക്ക്. പല പോസിലും നിർത്തിക്കൊണ്ട് അവളെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, റീൽസിനായുള്ള വീഡിയോ എടുക്കുന്നു. റിലേറ്റീവ്സിൻ്റെ വരവും ബഹളവും അങ്ങനെ മൊത്തത്തിൽ ആകെ തിരക്കായിരുന്നു. കൂട്ടുകാരികളും കസിൻസും ചേർന്ന് അവളെ സ്റ്റേജിലേക്ക് പാട്ടിൻ്റെ അകമ്പടിയോടെ ആനയിച്ചു. ഓരോരുത്തരുമായി വന്ന് മെഹന്തി ഇട്ടു, മധുരം കൊടുത്തു. പിന്നെ ഡാൻസും പാട്ടുമായി ഒരുപാട് പേർ വന്നു. ഒരു പാട്ട് ഗ്രൂപ്പിനെ തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുമായി പോയി ഭക്ഷണം കഴിച്ചു. സൂറാബി സിത്താരയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. അനീന ഒപ്പം അവളുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ പ്രോഗ്രാമുകളെല്ലാം തീർന്നപ്പോൾ സമയം ഒരുപാടായി. എല്ലാം അവസാനിപ്പിച്ച് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് സിത്താര കിടക്കുമ്പോൾ സമയം 2 മണി കഴിഞ്ഞിരുന്നു. ഇടയ്ക്ക് ഷാജിർ വിളിച്ചിരുന്നു. ഇനി രാവിലെ എണീറ്റ് കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ. അവൾ ഒന്ന് മയങ്ങി. ഇന്നാണ് കല്യാണം. അവളും അവനും ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു സുദിനം ഇന്നായിരുന്നു. രാവിലെ തന്നെ ബ്യൂട്ടീഷ്യൻ വന്ന് അവളെ മനോഹരമായി ഒരുക്കി. പിങ്ക് നിറത്തിലുള്ള മുത്തുകൾ പതിപ്പിച്ച ആ സാരിയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. സിത്താരയ്ക്ക് അവളെ തന്നെ ഒരുക്കിയതിൽ തൃപ്തിയായിരുന്നു. അവൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നാച്ചുറലായി ഒരുക്കിയിട്ടുണ്ട്. അനീനയും റീനയും ബിന്ദുവും എല്ലാവരും വന്നിട്ടുണ്ട്. ഷാജിറും സിത്താരയും ഒന്നിച്ചതിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. യഥാർത്ഥ പ്രണയം തന്നെയായിരുന്നു അവരുടേതെന്ന് അവർക്കറിയാമായിരുന്നു. എല്ലാവരും കൂടി ഒരു ഗിഫ്റ്റ് അവൾക്കായി നൽകി. അതിൽ അവരുടെ സ്നേഹമുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും ചേർന്ന് ഫോട്ടോയും വീഡിയോയും എടുത്തു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഷാജിർ വന്നിട്ട് പോകാമെന്നും പറഞ്ഞ് എല്ലാവരും കാത്തിരുന്നു. സ്റ്റേജിൽ പാട്ടും ഡാൻസും ഉണ്ടായിരുന്നു. 2:30 ആയപ്പോഴേക്കും ഷാജിറും കൂട്ടരും എത്തി. അവരെ സ്വീകരിച്ചിരുത്തി. സിത്താര വലിയ ഹാളിൽ നിറഞ്ഞിരിക്കുന്ന ആളുകൾക്കിടയിലൂടെ തോഴിമാരോടൊപ്പം സ്റ്റേജിൽ കയറി. അവൻ അവൾക്ക് ഒരു പൂച്ചെണ്ട് നൽകി അവളെ സ്വീകരിച്ചു. 2 പേരുടെയും കണ്ണ് നിറഞ്ഞ ഒരു സന്ദർഭമായിരുന്നു അത്, സന്തോഷം കൊണ്ട്. നിക്കാഹിനായി പള്ളിയിലെ ഉസ്താദുമാർ എത്തിയിരുന്നു. അവളുടെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉപ്പൂപ്പ നിക്കാഹിന് സാക്ഷ്യം വഹിച്ചു. നിക്കാഹിന് ശേഷം അവൻ മെഹർ അവളുടെ കഴുത്തിലണിഞ്ഞു. സിത്താരയ്ക്ക് ശരിക്കും സന്തോഷം കൊണ്ട് മനവും കണ്ണും നിറഞ്ഞു. ഉപ്പൂപ്പ അവളുടെ കൈ പിടിച്ച് അവനെ ഏൽപ്പിച്ചു. അവർ 2 പേരും ഒന്ന് ആലിംഗനം ചെയ്തു. ആ നിമിഷം അവൻ അവളുടെ കവിളിൽ ഒരു ചുംബനം നൽകി. അവളുടെ തല നാണത്താൽ കുനിഞ്ഞുപോയി. ആ നേരം അത് കണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൈയടിച്ചു. ഷാജിറിൻ്റെ കൂടെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്തു. പിന്നെ ഷാജിറും കൂടെ വന്നവരും ഭക്ഷണം കഴിച്ചു. അവൻ്റെ കൂടെ അവളും ഇരുന്നു ഭക്ഷണം കഴിക്കാൻ. ഇനി യാത്ര പറയുന്ന സമയമാണ്. സിത്താരയ്ക്ക് സൂറാബിയുടെ മുഖത്ത് നോക്കാൻ വയ്യ. സങ്കടം വന്നു. സൂറാബിയും കരച്ചിലായി. സിത്താരയെ കെട്ടിപ്പിടിച്ച്. ഉപ്പൂപ്പയ്ക്കും വിഷമമായി. അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. നാളെ വരാം, സൂറാബി മോളോടായി പറഞ്ഞു. അവൾ തലകുലുക്കി. ആ കാർ കണ്ണിൽ നിന്നും മറഞ്ഞതും സൂറാബി ആകെ വിഷമത്തിൽ തളർന്നുപോയി. ഒരു വലിയ ഗേറ്റിന് മുന്നിലായി കാർ നിന്നു. അവനും അവളും ഇറങ്ങി. പന്തലിൽ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അവൻ അവളുടെ കൈ പിടിച്ച് മെല്ലെ നടന്നു. കല്ല് പതിച്ച മുറ്റത്തേക്ക് കയറി. എല്ലാവരും തന്നെ തന്നെയാണ് നോക്കുന്നതെന്ന് കണ്ടപ്പോൾ സിത്താരയ്ക്ക് അല്പം ലജ്ജ തോന്നി. അവൾ പതിയെ തലകുനിച്ച് അവനെ അനുഗമിച്ചു. കുറച്ചു നേരം മുറ്റത്തെ പന്തലിൽ ഇരുന്നു. പിന്നെ അകത്തേക്ക് കയറാൻ നിർദ്ദേശം. അവൾ പതിയെ എണീറ്റു. അവളുടെ കൈ പിടിച്ച് ഫാത്തിമ അകത്തേക്ക് ഹാളിലേക്ക് കയറ്റി. വലതുകാൽ വെച്ച് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അവൾ നടന്നു കയറി.
ഹാളിലെ തിക്കും തിരക്കും കുറഞ്ഞു വന്നു. അവൻ്റെ വീട്ടിൽ നാളെയാണ് ഫംഗ്ഷൻ. അപ്പോൾ സിത്താരയുടെ വീട്ടുകാർ എല്ലാവരും വരും. ഷാജിർ പുറത്താണെന്ന് തോന്നുന്നു. അവളുടെ മിഴികൾ അവനെ ഒന്ന് തിരഞ്ഞു. ഇക്കാക്കാൻ്റെ ഭാര്യ വന്ന് അവളോട് ഡ്രസ്സ് മാറാൻ മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. സുലൈഖ എന്നാണ് അവരുടെ പേര്. 2 കുട്ടികളാണ് അവർക്ക്. അവൾ അവരോടൊപ്പം മുറിയിലേക്ക് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സെല്ലാം മാറ്റി പിന്നെയും ഹാളിലേക്കായി വന്നു നിന്നു. അവരുടെ റിലേറ്റീവ്സ് മാത്രമേ അവിടെയുള്ളൂ. രാത്രിയായി. ഭക്ഷണം കഴിച്ച് നേരത്തെ കിടക്കണം എന്നും പറഞ്ഞതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഷാജിറും കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി അവളോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച് ഓരോരുത്തരായി കിടക്കാനായി പോയി. ഫാത്തിമ ഒരു ഗ്ലാസ് പാൽ അവളുടെ കയ്യിൽ കൊടുത്തു. പിന്നെ സുലൈഖയും അവരുടെ കസിൻസും ഫാത്തിമയും എല്ലാം ചേർന്ന് അവളെ ഷാജിറിൻ്റെ മുറിയിലാക്കി. ഷാജിർ അവളെയും കാത്തിരിപ്പുണ്ട്. അവളെയും കാത്ത്. തൻ്റെ സ്വപ്നം നടന്നെന്ന് ഇപ്പോഴും അവർക്ക് വിശ്വാസമാവുന്നില്ല. അവൾ മൈലാഞ്ചി അണിഞ്ഞ കൈകൾ കൊണ്ട് പാൽ ഗ്ലാസ് അവന് നേരെ നീട്ടി. അവൻ ഒന്ന് ചിരിച്ചു. എന്താ ചിരിക്കണേ? അവൾ ചോദിച്ചു. പാൽ വാങ്ങി അവിടെ ടേബിളിൽ വെച്ച് അവൻ അവളുടെ കൈ പിടിച്ച് തൻ്റെ അരികിലായി ഇരുത്തി. നിനക്കിത്ര നാണമോ? ഇതൊന്നും ഞാൻ നേരത്തെ കണ്ടേയില്ലല്ലോ, അവൻ പറഞ്ഞു. അവൾ നാണം കൊണ്ട് മുഖം കുനിച്ചു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി ആ കണ്ണിൽ നോക്കി പറഞ്ഞു, ഈ ഒരു നിമിഷത്തിനായാണ് ഞാൻ കാത്തിരുന്നത്. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി എത്ര ജന്മം വേണമെങ്കിലും കാത്തിരിക്കാനും ഞാൻ റെഡിയാണ്. അവൻ അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. 2 പേർക്കും ഒത്തിരി പറയാനുണ്ടായിരുന്നു. അവളുടെ പ്രണയത്തിൻ്റെ വാതിൽ അവർക്കായി തുറന്ന ആ രാത്രിയിൽ ഒരു മനവും ഒരു ശരീരവുമായി ലയിച്ചു ചേർന്നു. അവരുടേതായ ലോകത്തിൽ അവരുടേതായ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട്. യഥാർത്ഥ പ്രണയത്തിന് മരണമില്ല. സിത്താരയും ഷാജിറും അതിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു. ജീവിതാവസാനം വരെ ആ പ്രണയം അവരിൽ നിന്നും വേർപെടില്ല. അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കും, കടലിൽ താഴാൻ നിൽക്കുന്ന സൂര്യൻ്റെ തേജസ്സോടെ. ഷാജിറിൻ്റെയും സിത്താരയുടെയും പ്രണയത്തിൻ്റെ കഥ പറഞ്ഞ ഈ ഒരു കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നു.